ഗായ്സ്, പെട്ടെന്നുള്ള ഉള്ളിപ്പാറ് സവോളയ്ക്ക് ഒന്ന് അരിഞ്ഞെടുത്തു. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. ഞാൻ അത്യാവശ്യം എല്ലാ കറിയിലും തന്നെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിനൊക്കെ എപ്പോഴും നല്ലതാണ്. കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സാധനമാണ് വെളുത്തുള്ളി. അതുകൊണ്ട് വെളുത്തുള്ളി നമ്മൾ മിക്ക കറികൾക്കും നമ്മൾ ചേർക്കാറുണ്ട്. ഈ ഗ്യാസ് കത്തിച്ച് ഇനി നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കും. ഇത് സൺഫ്ലവർ ഓയിലാണ്. നേരത്തെ തൊട്ടേ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണിത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്, എന്നാലും കൂടുതലും സൺഫ്ലവർ ഓയിലാണ്. നമ്മുടെ ചട്ടി എണ്ണയും ഒക്കെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ശകലം കടുകിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുട്ടത്തോരൻ പോലെ ഉള്ളിത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ഹായ് ഗായ്സ്, പെട്ടെന്നുള്ള ഉള്ളിത്തോരൻ സവോളയ്ക്ക് ഒന്ന് അരിഞ്ഞെടുത്തു. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളി, തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. ഞാൻ അത്യാവശ്യം എല്ലാ കറിയിലും തന്നെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിനൊക്കെ എപ്പോഴും നല്ലതാണ്. കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല സാധനമാണ് വെളുത്തുള്ളി. അതുകൊണ്ട് വെളുത്തുള്ളി നമ്മൾ മിക്ക കറികൾക്കും നമ്മൾ ചേർക്കാറുണ്ട്. ഈ ഗ്യാസ് കത്തിച്ച് ഇനി നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കും. ഇത് സൺഫ്ലവർ ഓയിലാണ്. നേരത്തെ തൊട്ടേ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണിത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്, എന്നാലും കൂടുതലും സൺഫ്ലവർ ഓയിലാണ്. നമ്മുടെ ചട്ടി എണ്ണയും ഒക്കെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ശകലം കടുകിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങായും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മുട്ടത്തോരൻ പോലെ ഉള്ളിത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ